ലോക പ്രതിരോധ രംഗത്തെ ഏറ്റവും വിജയകരമായ ഒരു കൂട്ടുകെട്ടിന്റെയും സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെയും കഥയാണ് ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ച ബ്രഹ്മോസ് മിസൈലിന്റേത്. റഷ്യയുടെ മിസൈലായിട്ടുള്ള P-800 ഒണിക്സ് എന്ന് പറയുന്ന മിസൈലിനെ അടിസ്ഥാനമാക്കി അതിനേക്കാൾ മികച്ച ഒന്ന് ഡെവലപ്പ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ട് ബ്രഹ്മോസ് നിർമ്മിക്കാൻ തീരുമാനിക്കുന്നത്. തുടക്കകാലത്ത് എല്ലാവരും ഇത് റഷ്യൻ മിസൈലായിട്ടുള്ള ഒണിക്സിന്റെ ഒരു പതിപ്പായിട്ട് മാത്രം അല്ലെങ്കിൽ പകർപ്പായി മാത്രമാണ് കണ്ടതെങ്കിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ട് കൊണ്ട് ഇന്ത്യ ബ്രഹ്മോസിൽ വരുത്തിയ മാറ്റങ്ങൾ അതിനെ ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായ മിസൈലാക്കി മാറ്റുകയായിരുന്നു. റഷ്യൻ ടെക്നോളജിയും ഇന്ത്യൻ ടെക്നോളജിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഇന്ന് ബ്രഹ്മോസ് മാറുകയാണ്. ആ ബ്രഹ്മോസ് മിസൈല് റഷ്യ പോലും ഉപയോഗിക്കാൻ പോകുന്നു എന്ന വാർത്തകൾ പലരും കണ്ടും കാണും. ബ്രഹ്മോസ് എന്നത് ഇന്ത്യയും റഷ്യയും ചേർന്ന് നിർമ്മിക്കുന്ന ആയുധമാണെങ്കിലും ഇന്നേ വരെ റഷ്യ അത് ഉപയോഗിച്ചിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തടക്കം ബ്രഹ്മോസിന്റെ കരുത്തുറ്റ പ്രഹരശേഷി കണ്ട റഷ്യ ഈ മിസൈലുകൾ ചിലപ്പോൾ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാൻ ഇന്ത്യയുമായി സംസാരിച്ചേക്കുമെന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതെന്ത് തന്നെയാണെങ്കിലും ഈ മിസൈൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കരാർ അനുസരിച്ച് ഇതൊരു ജോയിന്റ് വെഞ്ചർ സംരംഭമായതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അനുമതി ഇല്ലാതെ റഷ്യയ്ക്കോ റഷ്യയുടെ അനുമതി ഇല്ലാതെ ഇന്ത്യക്കോ ഈ മിസൈൽ മൂന്നാമതൊരു രാജ്യത്തിന് വിൽക്കാനോ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഘടിപ്പിക്കാനോ കഴിയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ത്യയും റഷ്യയും ചേർന്ന് വലിയ പദ്ധതികൾ ഈ മിസൈലുമായി ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്ന് തന്നെ കരുതാം. അതിന് ചില കാരണങ്ങളുണ്ട്. അടുത്തിടെ നടന്ന ഇന്റർനാഷണൽ മാരിടൈം ഡിഫൻസ് ഷോ ഫ്ലീറ്റ് 2026 പ്രതിരോധ പ്രദർശനത്തില് റഷ്യയുടെ യുണൈറ്റഡ് ഷിപ്പ് ബിൽഡിംഗ് കോർപ്പറേഷൻ കൂടാതെ റൂബിൻ ഡിസൈൻ ബ്യൂറോയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത അമുർ 1650 എന്ന് പറയുന്ന അന്തർവാഹിനിയുടെ ഒരു പുതിയ പതിപ്പ് ഔദ്യോഗികമായിട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ആണവേതര അന്തർവാഹിനികളിൽ ഒന്നാണ് അമുർ 1650. ഈ അന്തർവാഹിനി റഷ്യ വികസിപ്പിച്ചപ്പോൾ ബ്രഹ്മോസ് മിസൈലുകൾ കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് റഷ്യയുടെയും ഇന്ത്യയുടെയും ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണോ എന്ന് നമുക്കറിയില്ല. റഷ്യൻ നാവികസേന തങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്കായിട്ട് ബ്രഹ്മോസ് ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നതിൽ വ്യക്തതയില്ല. അതേസമയം തന്നെ ഇൻഡോ പസഫിക് മേഖലയിലെയും അന്താരാഷ്ട്ര വിപണിയിലെയും വിദേശ നാവികസേനകളെ ആകർഷിക്കുക എന്നൊരു ലക്ഷ്യം ഈ ഒരു നീക്കത്തിന്റെ പിന്നിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അമുർ 1650 ബ്രഹ്മോസ് മിസൈലുകൾ ഘടിപ്പിക്കാനുള്ള സൗകര്യം കൂടി വരുന്നതോടെ അത്യധികം അപകടകാരിയായിട്ടുള്ള ഒരു കപ്പലായിട്ട് ഇത് മാറും. ഇന്ത്യൻ നാവികസേനയുടെ കരുത്തായ ബ്രഹ്മോസ് മിസൈലുകൾക്ക് പൂർണ്ണമായ അനുയോജ്യത ഉറപ്പാക്കുന്നതിലൂടെ ഇന്ത്യയുടെ ഭാവി അന്തർവാഹിനി പ്രോജക്റ്റുകളിൽ ഒരു ശക്തമായ മത്സരാർത്ഥിയാകുക എന്ന ലക്ഷ്യവും റഷ്യയ്ക്കുണ്ടാകാം. അതോടൊപ്പം തന്നെ അടുത്തിടെ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ച ഫിലിപ്പീൻസ്, വിയറ്റ്നാം തുടങ്ങിയ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം അനുയോജ്യമാണ്. ആ ബിസിനസ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടുമായിരിക്കാം ഇങ്ങനെ ഒരു നീക്കം. ബ്രഹ്മോസ് എന്ന് പറയുന്നത് ഇന്നത്തെ വേൾഡ് ക്ലാസ് മിസൈലാണ്. ഏതൊരു രാജ്യവും വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒന്ന്. അതായത് ആണവേതര അന്തർവാഹിനികളിൽ വെച്ച് ഏറ്റവും മാരകമായിട്ടുള്ള ഈ അന്തർവാഹിനി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾക്ക് ബ്രഹ്മോസ് മിസൈലുകൾ കൂടി വാങ്ങാനുള്ള ഒരു സാഹചര്യം കിട്ടും. ബ്രഹ്മോസ് മിസൈലുകൾ ഈ അന്തർവാഹിനിയിൽ നിന്ന് ഉപയോഗിക്കാൻ കഴിയുമെന്നത് അന്തർവാഹിനിയെ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു കപ്പലാക്കി മാറ്റുന്നു. ഇത് ഇന്ത്യക്കും റഷ്യയ്ക്കും ഒരേ സമയം വലിയ ആയുധ കച്ചവടത്തിന്റെ സാധ്യതകൾ കൂടിയാണ് തുറന്നു കിട്ടുന്നത്. ഇന്ത്യയുടെ അനുമതി ഇല്ലാതെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി ഇല്ലാതെ റഷ്യയ്ക്ക് ഒരിക്കലും ഇങ്ങനൊരു നീക്കം നടത്താൻ കഴിയില്ല. അതിനർത്ഥം റഷ്യയും ഇന്ത്യയും കൂടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു അന്തർവാഹിനിയിൽ ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നത്. ഇന്ത്യ തങ്ങളുടെ പ്രതിരോധ കയറ്റുമതി വൻതോതിൽ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയമാണിത്. ഫിലിപ്പീൻസിന് ബ്രഹ്മോസ് വിറ്റതൊക്കെ അതിന്റെ ആദ്യപടിയായിരുന്നു. റഷ്യൻ അന്തർവാഹിനികൾ വാങ്ങാൻ താല്പര്യമുള്ള മറ്റ് സൗഹൃദ രാജ്യങ്ങൾ, ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ വിയറ്റ്നാമിനൊക്കെ പുറമെ ചില ആഫ്രിക്കൻ രാജ്യങ്ങളും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഉൾപ്പെടെ അമുർ 1650 തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിലേക്ക് വേണ്ട ബ്രഹ്മോസ് മിസൈലുകൾ നിർമ്മിച്ച് നൽകുന്നത് ഇന്ത്യ ആയിരിക്കും. ഇത് ബ്രഹ്മോസ് മിസൈലിനെ കൂടുതൽ ഒരു ആഗോള ബ്രാൻഡാക്കി മാറ്റാൻ ഇന്ത്യക്ക് സഹായകരമാകും. ഇന്ത്യക്കും റഷ്യയ്ക്കും ഒരുപോലെ നേട്ടമുള്ള കാര്യമാണ്. ഇന്ത്യൻ നാവികസേന തങ്ങളുടെ അന്തർവാഹിനി ശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് 6 അത്യാധുനിക ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ തദ്ദേശീയമായി നിർമ്മിക്കാനുള്ള വലിയൊരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഈ പദ്ധതി സ്വന്തമാക്കാൻ സ്പെയിൻ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ മത്സരിക്കുന്നുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധനകളിലൊന്ന് ഈ അന്തർവാഹിനികളിൽ ബ്രഹ്മോസ് മിസൈലുകൾ
വെർട്ടിക്കലായി വിന്യസിക്കാനായിട്ട് കഴിയണം എന്നുള്ളതാണ്. അമുർ 1650 സബ്മറൈനില് ബ്രഹ്മോസ് വിജയകരമായി സംയോജിപ്പിച്ച് കാണിക്കുന്നതിലൂടെ ഇന്ത്യയുടെ ഈ വൻകിട പ്രോജക്റ്റ് നേടിയെടുക്കുക എന്ന ലക്ഷ്യം കൂടി റഷ്യയ്ക്കുണ്ട്. നിങ്ങളുടെ മിസൈലിന് ഏറ്റവും അനുയോജ്യമായ അന്തർവാഹിനി ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് ഇന്ത്യയെ ബോധ്യപ്പെടുത്താൻ റഷ്യയ്ക്ക് കഴിയും. അങ്ങനെ ഒരു നീക്കവുമാകാം ഇതിന്റെ പുറകിൽ. യുക്രൈൻ യുദ്ധത്തിന് ശേഷം പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ നേരിട്ട് ആയുധങ്ങൾ വിൽക്കാൻ റഷ്യയ്ക്ക് ചില പരിമിതികളുണ്ട്. എന്നാൽ ഇന്ത്യയുമായി ചേരുമ്പോൾ ഈ പ്രതിസന്ധി മറികടക്കാൻ റഷ്യയ്ക്ക് സാധിക്കും. റഷ്യയുടെ അത്യാധുനിക സബ്മറൈൻ സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ മിസൈൽ കരുത്തും ഒത്തുചേരുമ്പോൾ ആഗോള പ്രതിരോധ വിപണിയിലെ അമേരിക്കൻ യൂറോപ്യൻ ആയുധങ്ങളോട് കിടപിടിക്കുന്ന ഒരു സഖ്യമായിട്ട് ഇത് മാറും. ചുരുക്കത്തിൽ ഇത് റഷ്യയും ഇന്ത്യയും വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു വിൻ വിൻ തന്ത്രമായിരിക്കാനാണ് സാധ്യത. ഭാവിയിൽ ഈ അന്തർവാഹിനികൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള സാധ്യത പോലും ഉണ്ട്. അതായത് റഷ്യയുടെ ടെക്നോളജിയിലുള്ള അന്തർവാഹിനിയും ഇന്ത്യക്ക് ആധിപത്യമുള്ള ടെക്നോളജിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ബ്രഹ്മോസ് മിസൈലുകളും കൂടെ ചേർന്നുകൊണ്ട് കയറ്റുമതി വർദ്ധിപ്പിക്കുവാനും ആഗോള സ്വാധീനം ശക്തിപ്പെടുത്താനുമുള്ള ഒരു ലോങ് ടേം പദ്ധതിയുടെ ഭാഗമായിരിക്കാം ഇത്. ഇൻഡോ പസഫിക് മേഖലയില് ചൈനയുടെ നാവിക മേധാവിത്വത്തിന് തടയിടാനായിട്ട് സത്യത്തിൽ റഷ്യയും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടുകെട്ടിന് അങ്ങനെ ഒരു വശം കൂടിയുണ്ട്. എന്തായാലും വലിയ നീക്കങ്ങളാണ് ആഗോള തലത്തിൽ തന്നെ സംഭവിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.